സുധാകരൻ സതീശൻ പോലെ ചില്ലറയൊന്നുമല്ല കോൺഗ്രസിനെ പിടിച്ച് ഉലയ്ക്കുന്നത്. രണ്ടുപേർക്കും ദേശീയ നേതൃത്വം കണക്കിന് കൊടുക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ് സുധാകരനും സതീശനും. KPCC അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങാൻ താനില്ല എന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. തനിക്ക് അത് ആഡംബരമായി കരുതി വിട്ടുകൊടുക്കില്ല എന്ന വാശിയൊന്നും തന്നെയില്ല. പ്രസിഡന്റ് പദവിയിൽ കടിച്ചു തൂങ്ങുന്ന ആളല്ല താനെന്നും ആരെയും KPCC പ്രസിഡന്റായി AICCക്ക് നിയമിക്കാം, ആ പ്രസിഡന്റിന് താൻ പൂർണ്ണ പിന്തുണ നൽകും, തന്റെ വലിയ സ്വപ്നമൊന്നുമല്ല KPCC പ്രസിഡന്റ് പദവിയും മുഖ്യമന്ത്രി പദവിയും എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയൊന്നും ശടിക്കാൻ താൻ പോകുന്നില്ല. തന്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ് എന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7-8 വയസ്സ് മുതൽ CPIM-നെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് താൻ. ആ പ്രവർത്തനം തുടരും. എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ KPCC പ്രസിഡന്റായി തുടരാൻ സമ്മതിച്ചാൽ മതി. തനിക്ക് അങ്ങനെ നിർബന്ധം ഒന്നും തന്നെ ഇല്ല. KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ താൻ വായുവിലൊന്നും പറന്നു പോകുകയൊന്നുമില്ല. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ താൻ ഉണ്ട് എന്നും പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചയൊന്നും ഇപ്പോഴില്ല എന്നും സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. തനിക്കെതിരെയുള്ള പ്രചാരണത്തിന് പിന്നിൽ പാർട്ടിയിലെ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും സുധാകരൻ പറയുന്നുണ്ട്. എങ്കിലും പാർട്ടിക്ക് അകത്ത് തന്നെ സുധാകരനെ വീഴ്ത്താൻ മുന്നിട്ട് നിൽക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല ജനങ്ങൾക്ക്. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഴ്ത്താനായിട്ട് ഉണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് വിവരം കിട്ടിയാൽ തന്നെ അറിയിച്ചാൽ വളരെ നന്ദി ഉണ്ടായിരിക്കുമെന്ന് സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നായിരുന്നു സുധാകരന്റെ മറുചോദ്യം. ആരെങ്കിലും അത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ അവർ വന്ന് തെളിയിക്കണം. നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് ആരെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് സുധാകരൻ ചോദിക്കുന്നുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതാവ് മാറണം എന്നൊന്നുമില്ല. ഇത് രണ്ടും തമ്മിൽ ബന്ധം ഒന്നും തന്നെയില്ല. ഇതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. സുധാകരൻ മാറുമ്പോൾ സതീശൻ മാറണം എന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയെ നയിക്കാൻ ഉണ്ടാകുമെന്നും സുധാകരൻ പറയുന്നുണ്ട്. എന്നാൽ മത്സരത്തിന് ഉണ്ടാകില്ല എന്നും സുധാകരൻ വ്യക്തമാക്കുകയാണ്. നയിക്കലും മത്സരവും വേറെ വേറെയാണ്. മത്സരിക്കാൻ താല്പര്യമില്ല. പാർട്ടി നിർബന്ധിച്ചാലോ എന്നുള്ള ചോദ്യത്തിന് നിർബന്ധിച്ചാൽ അനുസരിക്കേണ്ടേ, അല്ലാതെ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തനം എന്നത് ഒരു തുടർച്ചയാണ്. അത് ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഉള്ള കാര്യമല്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്ത സമ്മേളനം നടത്താതിരുന്നത് AICC സെക്രട്ടറിക്ക് അപകടത്തിൽപ്പെട്ടത് മൂലമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കള്ളം പ്രചരിപ്പിക്കലല്ല മാധ്യമങ്ങളുടെ ജോലി. വാർത്ത ഉണ്ടാക്കി അടിക്കുന്നത് തറവാടിത്തമില്ലായ്മയും അന്തസ്സില്ലായ്മയുമാണ്. മാധ്യമ പ്രവർത്തകരുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടാകണമെന്നും സുധാകരൻ പറയുന്നുണ്ട്.